ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇടാതെ ഇങ്ങനെ നിൽക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ മിസ് ചെയ്തോ? ഉണ്ടാവുമായിരിക്കുമല്ലോ അല്ലേ? ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത്, കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് സ്കിന്ന് കുറച്ചിങ്ങനെ ബ്രൈറ്റ്നെസ് ആയത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര വെളുത്തിട്ട് പാറി അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നെ പണ്ട് കണ്ടുള്ള ആൾക്കാർക്ക് ഇപ്പം എന്നെ കാണുമ്പോൾ ഞാൻ ഭയങ്കര വെളുത്തൊരു കൊച്ചിനെ പോലെയാണ് അവർ കാണുക. കുറേ ആൾക്കാർ നമ്മളോട് പറയും വെളുപ്പിലൊന്നൊരു കാര്യമില്ല, കറുത്താലെന്താ മനസ്സ് നന്നായ പോലെ എന്നൊക്കെ കുറേ ആൾക്കാർ പറയും. പക്ഷെ അത് വെറും പറച്ചിൽ മാത്രമാണ്. എല്ലാവരും മനസ്സിലും വെളുപ്പ് കറുപ്പ് അങ്ങനത്തെ കുറേ ചിന്താഗതികളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അത്രയും ചെറിയൊരു പെർസെൻറ്റേജ് വിഭാഗത്തിന് മാത്രം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കറുത്താലെന്താ നല്ല മനസ്സ് പോലെ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ ചിലപ്പോൾ ശരിക്കും പറയുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയാണ് നിറം വെച്ചത്, ഏതെല്ലാം ക്രീം ഞാൻ യൂസ് ചെയ്ത്, അതെന്താ അങ്ങനെ തോന്നാൻ കാരണം. ഇപ്പോൾ ഓരോരുത്തർക്കും തോന്നണമല്ലോ നിറം വെക്കണം എന്നുള്ളൊരു തോന്നൽ വരണമെങ്കിൽ ഇങ്ങനെ കുറച്ച് റീസൺസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള കാരണമൊക്കെ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നൊരു ക്രീമും കൂടി ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒരിക്കലും പറയുകയാണെങ്കിൽ ഇത് പ്രൊമോഷൻ വീഡിയോ അല്ല. പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണെന്തായി കിടന്ന് പറയുന്നത്, ഇവളത്രമാത്രം വെളുത്തിട്ടാ അങ്ങനെ വിചാരിക്കും. പക്ഷേ ഞാൻ സത്യമായിട്ട് ഞാൻ പറയുന്നത് ഞാൻ ഭയങ്കര നിറം വെച്ചിട്ട് ഇതായി എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എനിക്ക് ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ എൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ പണ്ടത്തെ കോലങ്ങൾ ഇപ്പോൾ എന്താ പറയുക കുറച്ച് മാറിയതോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. ആദ്യമായിട്ട് എന്നെ കാണുന്ന ആൾക്കാർക്ക് ഞാൻ കറുത്തിട്ടായിരിക്കും. പക്ഷേ ആദ്യം എന്നെ കണ്ടിട്ട് ഇപ്പം കാണുന്ന ആൾക്കാർക്ക് ഞാൻ വെളുത്തിട്ടായിരിക്കും. അതാണ് ഇവിടുത്തെ ഡിഫറൻസ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ്. ഉമ്മച്ചി ഒരു വീഡിയോ ഇട്ട സമയത്ത് ഉമ്മച്ചി അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഭയങ്കര കറുത്തിട്ടായതുകൊണ്ട് കുറേ ആൾക്കാർ ഇങ്ങനെ കൊച്ചിനെ ചെറുപ്പം മുതലേ ഇങ്ങനെ കളിയാക്കലുണ്ട്. പക്ഷെ ആ സമയത്ത് ഞാൻ കുഞ്ഞാണ്, അതുകൊണ്ട് എനിക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ആ സമയത്തൊന്നും എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ കുറച്ച് വലുതായി കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറുപ്പ് വെളുപ്പ് എന്നുള്ള സംഭവം ഉണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട് ആ സംഭവം. അപ്പോൾ അതെനിക്ക് മനസ്സിലായത് ഞാൻ കുറച്ച് വലുതായതിനു ശേഷമാണ്. ഇതിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാമിലി, ഞാൻ ചെറുതായിരുന്ന സമയത്ത് എൻ്റെ ഫാമിലിയിൽ ഒരു ഫംഗ്ഷന് പോയപ്പം ഞാൻ റോസ് കളർ ഡ്രസ്സാണ് ഇട്ടത്. കടും റോസ് കളർ ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ അവിടെ എത്തി. നമുക്കൊക്കെ സാധാരണ ചായയൊക്കെ തന്നുകൊണ്ടിരിക്കുന്ന സമയത്തും അവർ പറയുന്നതാണ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓ ആ റോസ് കളർ ഡ്രസ്സും കൂടി ഇട്ടപ്പോൾ കുറച്ചുകൂടി കറുപ്പങ്ങ് കൂടിയോ കൊച്ചിന് അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ പറയും. ഓ ഒറ്റയ്ക്ക് മൂടങ്ങ് പോകും ആ സമയത്ത്. അവളെ ഓ കറുപ്പ് ഇത്രയും വലിയ തെറ്റാണോ കുറച്ചോനെ അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. കാരണം എന്താ, ഇവർ നമ്മളെ മൈൻഡിലേക്ക് അങ്ങനെയാണ് കൊടുക്കുന്നത്. ചെറിയ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്ക് ഈ ചെറുപ്പത്തിലേ പറയുന്ന ശീലങ്ങളായിരിക്കും വലുതാകുമ്പോൾ ഇങ്ങനെ മൈൻഡിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ശരിയാണ്. അതുകൊണ്ട് ഞാനപ്പോൾ വിചാരിച്ചത് ഭയങ്കര മോശപ്പെട്ടൊരു കളറാണ് ബ്ലാക്ക് എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് സത്യം പറയുകയാണെങ്കിൽ. അതൊക്കെ കഴിഞ്ഞ് വണ്ണപ്പുറം, ഇടുക്കി ജില്ലയിലെ വണ്ണപ്പുറം എന്നുള്ളൊരു സ്ഥലത്താണ് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചത്. അവിടെ പോയതിന് ശേഷം പിന്നെ എൻ്റെ മൈൻഡ് കുറച്ച് മാറി. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ആൾക്കാർക്ക് ഈ വിദ്യാഭ്യാസം കുറച്ച് കൂടുതലായതുകൊണ്ടാണെന്ന് എനിക്കറിയാം. അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, ഈ കറുപ്പ് വെളുപ്പ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആ സമയത്ത് എനിക്ക് കുറച്ച് സമാധാനം ഉണ്ടായി. കാരണം ഇവരിങ്ങനെ കറുപ്പ് വെളുപ്പ് അങ്ങനെ ഒന്ന് തരം തിരിക്കുന്ന ഒരു ആൾക്കാരൊന്നുമല്ല. അവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും അങ്ങനെ നമുക്ക് പറഞ്ഞു തരുന്നതുകൊണ്ട് നമുക്ക് എന്താ ഈ മൈൻഡ് കുറച്ച് മാറി. അങ്ങനെ ഞാൻ അവിടെ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ +1 +2 പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെയും വയനാട്ടിലേക്കൊക്കെ വന്ന സമയത്ത് പിന്നെ ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ കാണുമ്പോഴാണെങ്കിലും ആര് കാണുമ്പോൾ നീ കറുത്തിട്ടാണെങ്കിലും നിൻ്റെ ഫേസ് കട്ട് ഭയങ്കര രസമായിട്ടോ കാണാൻ അങ്ങനെ പറയില്ലേ. കറുത്തിട്ടാണെങ്കിലും എന്ന് അപ്പോഴും അവിടെ പറയും. അതെന്തിനാ അതിൻ്റെ ആവശ്യം എന്താ അവിടെ പറയേണ്ടത്? രസമുണ്ടെങ്കിൽ രസമുണ്ട് എന്നങ്ങ് പറയാം, അല്ലാണ്ട് കറുത്തിട്ടാണെങ്കിലും ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ ഉറപ്പിച്ച് കഴിച്ചു എങ്ങനെയെങ്കിലും വെളുക്കണം, വെളുത്തിക്കില്ലെങ്കിൽ കുറച്ചെങ്കിലും വെളുക്കണം അങ്ങനെ ഉറപ്പിച്ചപ്പോൾ. എന്നിട്ട് വെല്ലുമിച്ചിനോട് എപ്പോഴും ഇങ്ങനെ പറയും, വെല്ലുമിച്ചി എനിക്ക് വെളുക്കണം വെല്ലുമ്മി എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ എനിക്ക് വെല്ലുമിച്ചി ഇങ്ങനെ മഞ്ഞൾ അതേപോലെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇല്ല അതൊക്കെ ഇങ്ങനെ അരച്ചു തരും. പക്ഷേ മഞ്ഞളൊക്കെ തേക്കുമ്പം നമുക്ക് അധികം നമ്മൾ തേക്കൂല. കാരണം എന്താ വെച്ചാൽ 2-3 ദിവസമൊക്കെ തേച്ചിട്ട് അത് നിർത്തും. ആ സമയത്ത് ഒട്ടും തേക്കൂല. ഇപ്പോഴൊക്കെ ആണെങ്കിൽ പിന്നെയും കുറച്ചേരെങ്കിലും വെക്കും. പക്ഷേ ആ സമയത്തൊന്നും ഞാൻ ഒട്ടും തേക്കില്ല. 2 ദിവസം 3 ദിവസമൊക്കെ തേച്ചിട്ട് അങ്ങനെ അതൊന്നും എനിക്ക് യാതൊരു ഫലം കണ്ടില്ല. പിന്നെ വെല്ലുമിച്ചി ഒരു ദിവസം ഉംറയ്ക്ക് പോയി. അപ്പോൾ ഉംറയ്ക്ക് പോയപ്പോൾ വെല്ലുമ്മ പറഞ്ഞു സംസം വെള്ളം കൊണ്ട് എന്ത് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും, സീരിയസ് ആയിട്ട് ഞാൻ പറയാം കേട്ടോ, ഞാൻ ഈ തമാശയായിട്ട് ഞാൻ പറയുന്നില്ല, സംസം വെള്ളം കൊണ്ട് എന്ത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് അത് കുടിക്കുകയോ അല്ലെങ്കിൽ മുഖത്തൊക്കെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താഗ്രഹിച്ചാലും നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡെയിലി സംസം വെള്ളം കട്ടെടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ സംസം വെള്ളം കുറേയൊന്നും ഉണ്ടാവില്ല, കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വലിയ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ ഞാനൊരു കുപ്പിയിൽ ഇങ്ങനെ ഊറ്റിയെടുത്തിട്ട് രാവിലെ ഡെയിലി മുഖം കഴുകും. സത്യമായിട്ട് ഞാൻ പറയാമല്ലോ, സത്യമായിട്ട് ഞാൻ കഴുകലുണ്ട്. ഡെയിലി ഇങ്ങനെ മുഖം കഴുകിയിട്ട് എങ്ങനെയൊന്ന് വെളുക്കണം എന്നുള്ള പ്ലീസ് ഒന്ന് അങ്ങനെ വന്നിട്ട് കഴുകും എവിടെ. പിന്നെ ഞാൻ ചെറിയ കൊച്ചായിരുന്നപ്പോഴാട്ടോ പറയുന്നത്. എൻ്റെ ഉമ്മച്ചി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല, എൻ്റെ ഉമ്മച്ചീൻ്റെ ഏട്ടത്തിൻ്റെ മോളുണ്ട് സൂഫീത്ത എന്ന് പറഞ്ഞാൽ. സൂഫീത്ത ഭയങ്കര നിറം, ഞാനാണെങ്കിൽ കറുത്തിട്ട് സൂഫീത്ത ഭയങ്കര നിറം. അപ്പോൾ എനിക്ക് സൂഫീത്ത ആൾക്കാരൊക്കെ മനസ്സിലാവുന്ന പ്രായം കേട്ടോ. അപ്പോൾ ഞാൻ
എപ്പോഴും സൂഫിത്താൻ്റെ കൂടെ പോയി കിടക്കും. എന്താണെന്ന് വെച്ചാൽ അഥവാ വെളുത്താലോ അങ്ങനെയുള്ളൊരു ചിന്തയിൽ ഞാൻ ഇപ്പോൾ സൂഫിത്താൻ്റെ അടുത്ത് തന്നെ കിടക്കും. സൂഫിത്താണെങ്കിൽ എന്തൊരു നിറണോ അങ്ങനത്തെ നിറവും. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും കേട്ടോ, അല്ലെങ്കിൽ ശരിക്കും അത് കൊച്ചാണ്, ഇതൊക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം, കൊച്ചുങ്ങളെ മനസ്സിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ സൂഫിത്താൻ്റെ അടുത്ത് പോയി കിടക്കും. പക്ഷെ അതിലും ഒരു ഫലവും കണ്ടില്ല ഗൈസ്. കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുകയാണെങ്കിൽ ഫുള്ള് കോമഡിയാണ്. കാരണം വിളിക്കാൻ വേണ്ടി അത്രയും കഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് ഞാൻ. കാരണം അത്രയും ആൾക്കാർ പറഞ്ഞിട്ട് നമ്മളെ മൈൻഡിലേക്ക് അങ്ങനെ ആക്കിയതാണ്. അല്ലാണ്ട് എനിക്ക് വെളുപ്പും കറുപ്പൊന്നും കുറ്റം ഉണ്ടായിട്ടൊന്നല്ല. പക്ഷെ അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവും ഗൈസ്, വെളുപ്പ് കറുപ്പ് അങ്ങനെ കുറേ ചിന്താഗതി ഉണ്ട്. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് വിചാരിച്ചു നോക്ക്, ഇപ്പം തന്നെ നമ്മളെ വിപണിയിൽ എത്ര വൈറ്റനിങ് ക്രീം ഉണ്ട്, എത്ര എണ്ണ ഉണ്ട്. സാധാരണ പണ്ടൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. വൈറ്റനിങ് ക്രീം ഫെയർ ലവ്ലിയോ അങ്ങനെ എന്തൊക്കെയോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം തന്നെ വിപണിയിൽ എത്ര 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 തരം വൈറ്റനിങ് ക്രീം ഇറങ്ങുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അത്രയും ആൾക്കാരിങ്ങനെ വാങ്ങുന്നതുകൊണ്ടാണ് അതിങ്ങനെ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വൈറ്റനിങ് ആരെങ്കിലും ഒരാൾ കറക്കാൻ വേണ്ടി ക്രീം കണ്ടുപിടിച്ചില്ല ഇല്ല. അതാണ് പറയുന്നത്, വെളുപ്പിന് എപ്പോഴും മുൻഗണന ഉണ്ടാവും. എപ്പോൾ പറയുകയാണെങ്കിലും കൊച്ചെന്തൊരു വെളുത്തിട്ടല്ലേ അങ്ങനെ പറയില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് കടക്കാം ഗൈസ്. ആദ്യം തന്നെ യൂസ് ചെയ്തിട്ട് പാളിയ കുറച്ച് ക്രീംസ് പറയാം. ഫസ്റ്റ് പറയുകയാണെങ്കിൽ സ്കിൻ ഷൈൻ എന്ന് പറഞ്ഞൊരു ക്രീമില്ല. ആ സ്കിൻ ഷൈന് ഞാൻ ഒരു +2 പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ സ്കിൻ ഷൈൻ തേച്ചിട്ട് രാവിലെ സ്കൂളിൽ പോകും, പിന്നെ സ്കൂൾ വിട്ട് വരും. അങ്ങനെയൊക്കെ ആയിട്ട് ഫേസ് അങ്ങ് മൊത്തത്തിൽ ഫുള്ള് തോലൊക്കെ പൊളിഞ്ഞ് നശിച്ച്, വെല്ലുമിച്ചാണെങ്കിൽ ചീത്ത വെല്ലുമിച്ച് ഓരോ പട്ടിത്തിട്ട വാരി തേക്കും മുഖത്ത് ഉള്ള സൗന്ദര്യം കൂടെ കളയരുത്. അങ്ങനെ നമ്മളെന്ത് ചെയ്യാറ് കൈസ്, എങ്ങനെയും വെളുക്കണ്ടേ. അങ്ങനെ മൊത്തം പൊളിഞ്ഞ് ലാസ്റ്റ് ഡോക്ടറിനൊക്കെ കാണിച്ച് ഓക്കെ ആയി. കാരണം കുറച്ച് ദിവസം സ്കൂളൊക്കെ ലീവ് എടുത്തതെന്ന് വെച്ചാൽ ഒരു കഷ്ടം തന്നെ കാര്യം. എന്നിട്ട് സ്കിൻ ഷൈന് ഫുള്ള് തോല് കളഞ്ഞു. അപ്പോൾ ഓൻ എന്നോട് പറഞ്ഞു നിൽക്കില്ല എന്ത്. അപ്പം എനിക്കറിയില്ല, ഞാനങ്ങനെ മേക്കപ്പും അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല. അപ്പോൾ ഇവൻ എന്നോട് പറയണ്ട എന്നാലേ സ്കിൻ ഷൈൻ തേക്കുമ്പോൾ നീ സൺ പ്രൊട്ടക്ഷൻ്റെ ക്രീമൊക്കെ യൂസ് ചെയ്യണം, അതേപോലെ വെയിൽ കൊള്ളരുത്. അതൊന്നും എനിക്ക് പറഞ്ഞു തന്നില്ല. ഈ പറഞ്ഞു തന്ന ഇവനാണെങ്കിൽ അപ്പം ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നിരുന്നു. അപ്പോൾ ഇവൻ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവൻ ഫുൾ ടൈം AC-യിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഇവനക്ക് എന്താവും അത് ഫലിക്കുന്നുണ്ടായിരുന്നു കുറച്ച്. പക്ഷേ എനിക്ക് വെയിലത്ത് കൂടെ ഇങ്ങനെ നടത്തല്ല, പിന്നെ എങ്ങനെയാണ് ഫുള്ളായിട്ട് തോലൊക്കെ പൊളിഞ്ഞ് സീനായി. ലാസ്റ്റ് ഡോക്ടറിനെ കാണിച്ചത് മാറ്റി. പിന്നെ ഫൈസ എന്ന് പറഞ്ഞിട്ടൊരു ക്രീം ഇറങ്ങി, ട്രെൻഡിങ് ആയൊരു സമയമായിരുന്നത്. പിന്നെ ഫൈസ വാങ്ങി തേച്ച്. അപ്പോൾ അതിലെന്തല്ലോ ഇങ്ങനെ കോഡ്സൊക്കെ ഉണ്ട്, ഒരു 9 അതേപോലെ 8 അതൊക്കെ വാങ്ങി തേക്കണം. അല്ലെങ്കിൽ വേറെ കുറേ ഇങ്ങനെ മാർക്കറ്റിലപ്പം ഇത് ഇറങ്ങുമല്ലോ, മീൻസ് കോപ്പി ആയിട്ടുള്ള ക്രീംസ് ഇറങ്ങും. അപ്പോൾ ഈ കോപ്പി ഏതാ ഒറിജിനൽ ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കപ്പോൾ ഉണ്ടാവും ഇല്ല. അങ്ങനെ ഫൈസ ക്രീം വാങ്ങി. ഫസ്റ്റത്തെ ബോട്ടിൽ നല്ല ഒരു ബോട്ടിലായിരുന്നു, അത് തേച്ച്. പക്ഷെ അത് തേക്കലങ്ങ് നിർത്തിയതോടെ റഹ്മാനെ തങ്ങളെ ഫുള്ളായിട്ട് എന്താ പറയുക, മൊത്തത്തിലങ്ങ് ഒന്നും കൂടെ ആ പണ്ടോ കറുത്തിട്ടാ അതിൻ്റെ കൂടെ ഒന്നും കൂടെ കറുത്തങ്ങ് പോയി. അപ്പോൾ പിന്നെ അത് നിർത്തി. പിന്നെ വാങ്ങി തേച്ചതാണ്, അതൊക്കെ വലുതായതിന് ശേഷമാണ് കേട്ടത്. നമ്മുടെ ബഷീറിൻ്റെ BB ക്രീം എന്ന് പറഞ്ഞിട്ടൊരു ക്രീമുണ്ട്. എൻ്റെ മോനെ പൈസ പോയി എന്നല്ലാണ്ട് അതിനെത്ര രൂപ എന്നറിയാം, 1499 രൂപ. അത് തേച്ചിട്ടില്ലേ ഫുള്ളായിട്ട് ഫേസിൽ, എൻ്റെ ഫേസിൽ മര്യാദയ്ക്ക് ഇന്നേ വരെ പിമ്പിൾസ് ഒന്നും വന്നിട്ടില്ല. എത്ര കറുത്തിട്ടാണെങ്കിലും പിമ്പിൾസ് അങ്ങനത്തെ മാർക്ക് അങ്ങനത്തെ ഒന്നും വരലില്ല എൻ്റെ ഫേസിൽ. ഇതങ്ങ് തേച്ച് 2 ദിവസം 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഫുള്ള് പിമ്പിൾസൊക്കെ വന്ന് എൻ്റെ പ്രാന്തളകിന് എനിക്ക്. എന്താണെന്ന് വെച്ചാൽ 1499 രൂപ എടുത്തിട്ടാണ്. മറ്റേനൊക്കെ പിന്നെ 200 250 രൂപ അതുപോലെ ചെറിയ റേറ്റുള്ളൂ എന്നായിരിക്കും. ഫൈസൊക്കെ അന്ന് 500 രൂപ അങ്ങനെ എന്തോ ഉള്ളൂ. പക്ഷേ ഇത് 1450. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ എന്നാലും 1450 രൂപ 50 പൈസ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യുക അങ്ങനെ പറഞ്ഞ്. പക്ഷെ അത് വെറും പറ്റിക്കല, എന്തൊരു പറ്റിക്കല ഈ ആൾക്കാരെ പറ്റിക്കുന്നത്. കാരണം ഇത്രയും പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ അതിനൊരു എഫക്റ്റെങ്കിലും കൊടുക്കില്ല. ഇതൊരു തേങ്ങയില്ല. എന്നിട്ട് അത് തേച്ചിട്ട് യാതൊരു എഫക്റ്റും കിട്ടിയിട്ടില്ല. ഞാൻ കറക്റ്റ് സത്യം പറയാം കേട്ടോ, എനിക്ക് യാതൊരു എഫക്റ്റും അതിന് കിട്ടിയിട്ടില്ല. എന്നിട്ട് ഞാനത് യൂസ് ചെയ്തിട്ടില്ല. അവർ 7 ദിവസം കൊണ്ട് വെളുക്കും, അതുപോലെ ഭയങ്കര മാറ്റം വരും, ഭയങ്കര ഗ്യാരണ്ടി ഒക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് എടുത്ത് പറയുന്നത്, ആ ക്രീം യൂസ് ചെയ്തിട്ട് ഒരു മാറ്റം എനിക്ക് വന്നിട്ടില്ല സത്യമായിട്ടും. പിന്നെ തേച്ച ക്രീമാണ് ബ്രിട്ടീഷ് ക്രീം. ഓൻ്റെ മാർക്കറ്റിംഗ് സ്റ്റൈലൊക്കെ കണ്ടുകണെങ്കിൽ നമ്മൾ വിചാരിക്കുക എൻ്റെ മോനെ ഏത് ക്രീം. ചങ്ങായി കറുപ്പിനങ്ങിട്ടിട്ട് ഉരയ്ക്കുകയാണ്, അങ്ങോട്ട് നിലത്തിട്ടിട്ട് ഉരച്ചിട്ടാണ് ചങ്ങായി പറയുന്നത്. എന്താ ഇങ്ങനെ കറുത്തിരിക്കുന്നത്, അയ്യോ ഇത്ര കറുത്താൽ നിനക്ക് കല്യാണം കിട്ടുമോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഈ ക്രീം പ്രൊമോട്ട് ചെയ്യുന്നത്. അതാണ് ഈ ക്രീമിൻ്റെ പ്രത്യേകത. അതങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നത്. ആ ക്രീമിനൊക്കെ ശരിക്കും പറഞ്ഞിട്ട് അങ്ങനെ പ്രൊമോഷൻ ചെയ്യരുത്. അല്ലെങ്കിൽ തന്നെ ഓരോരുത്തർ ആ ക്രീം വാങ്ങുന്നത് എന്തിനാ, കറുത്ത ആൾക്കാർ. അപ്പോൾ ഇവരെ ഇങ്ങ് തരം താത്തിയിട്ടാണ് ചങ്ങായി ക്രീം വെക്കുന്നത്. അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കോ, വെളുത്ത ആൾക്കാർക്കും വാങ്ങാം കറുത്ത ആൾക്കാർക്കും വാങ്ങാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് അവൻ്റെ പേജ് എടുത്ത് നോക്കുമ്പോൾ അടിച്ചവനെ മുഖം പൊളിക്കാൻ തോന്നലുണ്ട് എനിക്ക്. കാരണം കറുപ്പിനങ്ങ് ഇട്ട് ഉരയ്ക്കുക അവനങ്ങോട്ട് നിലത്തിട്ടിട്ട് പറയുന്നില്ല ഞാനൊന്നും. അപ്പോൾ ബ്രിട്ടീഷ് ക്രീം
ഈ ബ്രിട്ടീഷ് ക്രീം തേച്ചിട്ട് യാതൊരു വ്യത്യാസമില്ല. ഈ ചങ്ങായി പറയുന്ന പോലെ ഇതിങ്ങനെ ഒട്ടിച്ച് ഫസ്റ്റ് തന്നെ ഇത് എടുത്തിട്ട് നിറച്ച് ഇങ്ങനെ ഒരു ഫിംഗറിലെടുത്തിട്ട് ഇങ്ങനെ നമ്മൾ തേച്ച് വെക്കും. ഒരു പെയിൻ്റൊക്കെ നമ്മളെ ഫേസിൽ നമ്മൾ കുമ്മായം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഫേസിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇതാവൂലേ, അതേപോലെ ഒരു സാധനം. അപ്പോൾ ഇത് രാവിലെ എണീക്കുമ്പം നമ്മൾ എന്ത് നിങ്ങൾ യൂസ് ചെയ്തു, ഇപ്പം മൈദപ്പൊടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കലക്കിയിട്ട് ഇങ്ങനെ തേച്ച് വെക്കുമ്പോൾ രാവിലെ ആകുമ്പോൾ നമ്മളെ ഫേസിനൊരു ഗ്ലോ കിട്ടും. കാരണം എന്താ, ഇതിങ്ങനെ കട്ടിയിൽ നിൽക്കുന്നല്ല. അതേപോലെ ഈ ക്രീം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ കുറച്ചൊരു നമ്മൾ വെളുത്തോ അങ്ങനെ ഒരു തോന്നൽ നമുക്ക് വരും. പക്ഷെ സത്യം പറയാലോ റിസൾട്ട് ഇല്ല, ഇനി സത്യമായിട്ട് റിസൾട്ട് ഇല്ല. അത് അഥവാ റിസൾട്ട് കിട്ടിയാൽ തന്നെ എങ്ങനെയാണെന്നറിയോ, മുഖം വെളുത്തിട്ട് ബാക്കിയൊക്കെ ഇങ്ങനെ തന്നെ. അത് വെളുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വെളുപ്പല്ല വരുന്നത്, ഒരു വക വൃത്തികെട്ട ഒരു തരം വെളുപ്പുണ്ടാവില്ല. എന്തോ ഒരു ഈ നീ എന്താ ഫേസിൽ ഇങ്ങനെ ഫൗണ്ടേഷൻ ഇങ്ങനെ ഇട്ട് വെച്ചിന് അങ്ങനെയൊക്കെ ചോദിക്കില്ല നമ്മളോട്, അതേപോലത്തെ ഒരു വെളുപ്പ്. അല്ലാണ്ട് ആ ക്രീം ഒരു പൊട്ട ക്രീം ഇത്രയും വലിയ പ്രൊമോഷനൊക്കെ ചെയ്തിട്ട് ഇറക്കുമെന്ന കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്രീമെങ്കിലും ഇറക്കണ്ടേ. ഇത് അതുമില്ല. എന്നിട്ട് കറുപ്പിനിട്ടിട്ട് ഒരക്കലോ അവൻ്റെ പണി. രണ്ടെണ്ണം പറയണം നേരിട്ട് കണ്ടുകണമെങ്കിൽ. അല്ല പിന്നെ ഞാൻ യൂസ് ചെയ്തൊരു ക്രീമാണ് യൂത്ത് ഫേസ് എന്ന് പറഞ്ഞിട്ടൊരു ക്രീമുണ്ട്. ആ ക്രീം വെച്ചിട്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, കുറച്ച് റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെന്താ ഞാൻ നിർത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ക്രീം നിർത്തി. അല്ലാണ്ട് ആ ക്രീമിന് വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. മാത്രമല്ല ഭയങ്കര പുട്ടിയടിച്ച പോലെ അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഞാനത് ഈ ഫേസിന് ക്രീമൊക്കെ തേക്കലൊക്കെ ഞാൻ ഫുള്ള് നിർത്തി. ഞാൻ വിചാരിച്ച് പിരാന്തി ഇത് തേച്ചിട്ടൊന്നും കിട്ടുന്നൊന്നുമില്ലല്ലോ. അങ്ങനെ ഞാൻ അതൊക്കെ നിർത്തിയിട്ട് ഞാൻ അമേരിക്കേൻ്റെ പേപ്പർ വർക്കിൻ്റെ സമയത്ത് എൻ്റെ പാസ്പോർട്ടൊക്കെ ഡ്രോപ്പ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് പോയി. ആ സമയത്ത് എറണാകുളത്ത് പോയപ്പോൾ എൻ്റെ ഉമ്മച്ചിൻ്റെ ഏട്ടത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഏട്ടത്തിൻ്റെ മോൾ എന്നോട് പറഞ്ഞു, ഒരു ക്രീം ഉണ്ട്, നീ അത് ജസ്റ്റ് തേച്ച് നോക്ക്, നീ എന്തായാലും കുറേ ക്രീം യൂസ് ചെയ്തല്ലോ, അപ്പോൾ നീ ഇതും കൂടെ ഒന്ന് തേച്ച് നോക്ക്, നല്ല റിസൾട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു ആയുർവേദ ക്രീമാണ്, നീ ഒന്ന് തേച്ച് നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ ക്രീം തേക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ക്രീം. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ക്രീം. അപ്പോൾ ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഞാൻ അഥവാ ഇപ്പോൾ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഒരാൾ എനിക്ക് ഫ്രീ ആയിട്ടൊരു ക്രീം അയച്ചു തന്ന് വെളുത്തുനിന്ന് വെറുതെ ഒന്ന് പറയുമോ പൈസ തരാമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ, വെളുക്കാൻ വേണ്ടിയിട്ട് അത്രയും ആഗ്രഹിച്ച ഒരാളാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല. ഈ ക്രീം എനിക്ക് ഭയങ്കര എഫക്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ക്രീം ഇപ്പോൾ ഞാൻ പറയുന്നത്. അപ്പോൾ ക്രീം ഏതാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ക്രീം. ഇതിൻ്റെ പേര് സ്വർണ്ണ എന്നാണ് ക്രീമിൻ്റെ പേര്. ഒരു ഡോക്ടറിൻ്റെ ക്രീമാണ്. ഡോക്ടർ എന്ന് ആദ്യം ചിലപ്പോൾ കുറച്ച് ഭയങ്കര ഫേമസ് ആണ് ആ ഡോക്ടർ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് മനസ്സിലാവുമായിരിക്കും. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഇത് എന്താ പറയുക, ഞാൻ ഉദ്ദേശിച്ചൊരു ഇതുണ്ടാവില്ല, എഫക്റ്റ് ഉണ്ടാവില്ല. കുറേയൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചാൽ എൻ്റെ കൈയായിട്ട് കുറച്ചെങ്കിലും ഒന്ന് ഫേസ് മാച്ച് ചെയ്യണം. അതുപോലെ വേറെ വൈറ്റനിങ് ക്രീമൊക്കെ തേക്കുമ്പോൾ ഫേസ് ഭയങ്കര ബ്രൈറ്റും കൈയും കാലൊക്കെ ഇങ്ങനെ കരിഞ്ഞിട്ടും. അപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലാവുക എന്തോ അടിച്ച് തേക്കുന്നുണ്ട്, അതുകൊണ്ടാണ് വെളുക്കുന്നത്, അങ്ങനെ മനസ്സിലാവും. ഇതിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങി. ഇതിപ്പോൾ ഞാൻ ഒരു മാസം യൂസ് ചെയ്തില്ല എന്ന് വിചാരിക്കും, വലിയ കുഴപ്പമൊന്നുമില്ല, ഈ ഒരു കളർ എനിക്ക് ഉണ്ടാവും. പക്ഷെ വേറെ ക്രീംസൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് 2 ദിവസം യൂസ് ചെയ്തില്ലെങ്കിൽ തൊലിയൊക്കെ പൊളിഞ്ഞ് കളറൊക്കെ മൊത്തത്തിൽ അങ്ങ് പോയി. അങ്ങനെ ഒരു വൃത്തികെട്ട കുറേ ക്രീമുകൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് വലിയ കുഴപ്പമൊന്നുമില്ല, എനിക്കിഷ്ടമാണ്. പക്ഷെ ഇതിൻ്റെ വില ഭയങ്കര റേറ്റാണ് കേട്ടോ, ഭയങ്കര റേറ്റാണ്. 1600 രൂപയാണ് ഇതിൻ്റെ വില. അതാ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് 1600 രൂപ. ഇതിൽ ഷിപ്പിംഗ് ചാർജും കൂടെ കൂട്ടുമ്പം 1700 ആവും. അഥവാ നിങ്ങൾ കേരളത്തിലല്ല പുറത്താണെങ്കിൽ 1800 ആവും. അങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് ഭയങ്കര കൂടുതലാവും. മൈ ഗാഡ്. അതുകൊണ്ട് ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വാങ്ങും. അതുകൊണ്ട് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കും. കാരണം ആ ഒരു ഇത് ഭയങ്കര അഡിക്റ്റ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ടാണ് കേട്ടോ ഗൈസ്. പിന്നെ ഈ ക്രീം തേച്ചാലും ചില ആൾക്കാർക്ക് എഫക്റ്റ് കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം എൻ്റെ ഫേസും എൻ്റെ എല്ലാ സ്കിൻ കെയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ക്രീം ഡോക്ടറിൻ്റെ അടുത്ത് വാങ്ങിയത്. പക്ഷേ ഏകദേശം ആൾക്കാർ റിവ്യൂസൊക്കെ വായിച്ച് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് ഞാൻ ഈ ക്രീം വാങ്ങിയത്. അല്ലാണ്ട് ഒരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല. പിന്നെ ഞാൻ പറയുന്നില്ല ഈ ക്രീം തേച്ചാൽ ഭയങ്കര വെളുത്തിട്ട് പാർന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഫേസൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക ഒന്ന് ഒരുങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ബ്രൈറ്റ്നസ്സും അതേപോലെ ലിപ്സ്റ്റിക്കൊക്കെ ഇടുമ്പോൾ കുറച്ചും കൂടി ഒരു ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ എന്താ പറയുക, എനിക്കിഷ്ടമാണ് ഈ ക്രീം, എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ യൂസ് ചെയ്താലും എങ്ങനെ എനിക്ക് റിസൾട്ട് അറിയില്ല. വൈറ്റനിങ് ക്രീമൊക്കെ ഇറക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ഈ പ്രൊമോഷൻസ് ചെയ്യുമ്പം എന്താ പറയുക, ഭയങ്കര ഈ കറുപ്പിനെ കരിവാരി തേച്ചുകൊണ്ട് പ്രൊമോഷൻസ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഒരു തമാശയായിരിക്കും. പക്ഷേ ഈ കറുത്ത ആൾക്കാർക്ക് അത് എന്താ പറയുക ഹേർട്ട് ചെയ്യും. ഇപ്പോൾ എനിക്ക് ഏറ്റവും വെറുപ്പിക്കുന്ന ഒരു പ്രൊമോഷനായിട്ട് തോന്നിയത് ആ ബ്രിട്ടീഷ് ക്രീമിൻ്റെയാണ് കേട്ടോ. വേറെ പ്രൊമോഷൻസ് ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല. വെളുക്കണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഒരു ഇതാക്കിയിട്ടൊന്നും ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് നിറം വെക്കാം അങ്ങനെയുള്ളൊരു ഇതാണ് കൊടുക്കുന്നത്. പക്ഷേ ഈ ബാച്ചി എന്ന് പറഞ്ഞാൽ ബാച്ചിയല്ല, ഒരു കാസർഗോഡുള്ളൊരു ചെക്കൻ ബാച്ചി അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. പക്ഷേ ഈ ചങ്ങായിൻ്റെ പ്രൊമോഷൻ എടുത്ത് നോക്കിയാലില്ലേ, എങ്ങനെ പറയുകയാണെങ്കിലും ഒരു
വെളുത്തൊരാൾക്ക് വരെ അവനോട് ദേഷ്യം പിടിക്കും. സത്യം പറയുകയാണെങ്കിൽ വെളുത്തൊരാൾക്ക് വരെ അവനോട് ദേഷ്യം പിടിക്കും. അങ്ങനത്തെ രീതിയിലുള്ള പ്രൊമോഷനാണ്. ഞാൻ ഇപ്പോൾ അടുത്തൊരു പ്രൊമോഷൻ കണ്ടത്, എൻ്റെ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് കല്യാണം നടക്കുന്നില്ല. എന്നിട്ട് ആ ചെക്കൻ പറഞ്ഞ പോലെ വെളുത്താലേ നിന്നെ ഞാൻ കെട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ചക്കനെ കെട്ടണം, അപ്പോൾ വേറെ നീ ചക്കനെ കെട്ടിയാൽ പോരാ. എന്നിട്ട് ഇവനോട് വിളിച്ച് പറഞ്ഞപ്പോൾ ഇവൻ എന്തൊരു നല്ല മനസ്സിനോട്ടമേ നിങ്ങൾ അറിയണം. ഇവൻ പറഞ്ഞ പോലെ നീ ടെൻഷൻ അടിക്കണ്ട, ബ്രിട്ടീഷ് ക്രീമില്ലേ, പിന്നെ എന്തിനാ നീ ടെൻഷൻ അടിക്കുന്നത്, ബ്രിട്ടീഷ് ക്രീം തേച്ചിട്ട് അങ്ങ് വെളുത്താൽ പോരെ, പിന്നെ എന്തിനാ മോള് ടെൻഷൻ അടിക്കും, ഓൻ തന്നെ നിന്നെ കെട്ടും. അങ്ങനെ ഇവൻ എന്താക്കിയെന്നറിയോ, ബ്രിട്ടീഷ് ക്രീം കൊടുത്ത് ആ കൊച്ചിനെ വെളുപ്പിച്ചിട്ട് ആ ചങ്ങായിക്ക് കെട്ടിച്ചു കൊടുത്തു. ഇത്രയും നല്ല സത്യസന്ധമായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്താക്കേണ്ടത്, നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അവൻ്റെ ആ ഒരു എന്താ പറയുക, നന്മകൾ മനസ്സിലാക്കണം. ഇത്രയും നല്ലൊരു മനുഷ്യനെ നിങ്ങൾ കണ്ടിനാ, ഇത്രയും നല്ലൊരു മനുഷ്യൻ. ഒരു 5-6 വാങ്ങണം, അവനെ സഹായിക്കാനെങ്കിലും ഒന്ന് വാങ്ങണം നിങ്ങളെല്ലാവരും. അപ്പം പ്രൊമോഷൻസ് നിങ്ങൾ ഇന്ന് നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ വിവരമില്ലാത്ത രീതിയിൽ പ്രൊമോഷൻ ചെയ്യരുത്, കുറച്ചൊന്ന് ഇതാക്കുക. പിന്നെ അതേപോലെ ഒരു അയനാമാൽസ് വൈറ്റനിങ് ക്രീം, ആ ക്രീം ഞാൻ ഇതുവരെയായിട്ട് യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ അതിൻ്റെ പ്രൊമോഷൻ ചെയ്യുന്ന രീതി വളരെ വളരെ ഒരു വൃത്തികെട്ട രീതിയിലൂടെയാണ് അത് പ്രൊമോഷൻ. ഇപ്പോൾ മറ്റവൻ്റെ കോപ്പി അടിച്ചതാണോന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും ആ ഒരു രീതിയിലാണ് പ്രൊമോഷൻ ചെയ്യുന്നത്. എന്താ പറയുക, മോളെ കറുത്തിരിക്കുന്ന വെളുക്കണോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു വൃത്തികെട്ട രീതിയിലുള്ളൊരു പ്രൊമോഷൻ. അങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ആയിക്കോട്ടെ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ക്രീം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഡോക്ടർ നാദിയ എന്ന് യൂട്യൂബിൽ അടിച്ചു വയ്ക്കാൻ മതി. നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ എൻ്റെ പേര് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, ഞാനിത് പ്രൊമോഷനൊന്നും ചെയ്യുന്നില്ല, എന്നവർക്ക് അറിയവരില്ല. ഞാനിതിൽ വാങ്ങുന്നൊരു കസ്റ്റമർ, അത്രേ ഉള്ളൂ. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങി നോക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ഭയങ്കര വെളുത്തിട്ട് പാറുമെന്ന് ഞാൻ പറയുന്നില്ലേ. അപ്പോൾ നിങ്ങൾ എന്താക്കുക, വേണമെങ്കിൽ നിങ്ങൾ വാങ്ങാം സ്വർണ്ണ ക്രീം. പിന്നെ എൻ്റെ പേരൊന്നും പറഞ്ഞേക്കല്ല, എന്നെ അറിയവരില്ല ശരിക്കും പറഞ്ഞാൽ. ഞാൻ ടെസ്റ്റ് അതാരോ അങ്ങനെ ചോദിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റാ ബൈ ബൈ, സീ യു.